ദൈവത്തിന്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. ഞാൻ കുറച്ചു സമയം അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ഇങ്ങനെ ഇന്നെന്താ സംസാരിക്കേണ്ടത് എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ, ദൈവം എനിക്ക് നൽകിയ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രവും പല സന്ദർഭങ്ങളിലും എൻ്റെ കുഞ്ഞു പ്രായം മുതൽ പലരും എന്നെ നോക്കി പ്രവചിച്ച ഒരു പദമാണ്, നിന്നെ ഞാൻ ഒരു ദാവീദിനെ പോലെ കണ്ടിരിക്കുന്നു എന്ന്. എനിക്ക് ആ കാലഘട്ടത്തിലൊന്നും പാടുവാൻ അറിയത്തില്ല, ഞാൻ പാടാറില്ലായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ പാടുന്ന സമയങ്ങളിൽ പോലും എനിക്ക് ആ റേഞ്ചിൽ വരാൻ, അവരുടെ അടുത്ത് നിൽക്കാൻ പോലുമുള്ള യോഗ്യതകളില്ലായിരുന്നു. പക്ഷേ എന്നെ കാണുന്നവരൊക്കെ എന്നെ നോക്കി പറഞ്ഞു, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ വരും, ആമീൻ, ഒരു രാജകീയമായ അഭിഷേകത്തെ ഞാൻ നിന്റെ മേൽ പകരും, ഒരു ദാവീദിനെ പോലെ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ 17-ാം വയസ്സിൽ, 18-ാം വയസ്സിൽ, 19-ാം വയസ്സിലൊക്കെ കാണുന്ന പ്രൊഫറ്റ്സ് ഒക്കെയും ആ പ്രവചനങ്ങളെ എന്നോട് അറിയിച്ചത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആ ദൈവപുരുഷനെ കുറിച്ചാണ്. അതിനായി അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമുക്ക് ഈ സമയം ശ്രദ്ധിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിനോദ് ദയവായിട്ട് ആ ഭാഗം വായിക്കും. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. ഞാൻ വായിച്ച ഭാഗം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. ശൗലിനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. നാട്ടുകാർക്ക് ബോധിച്ചു എന്നല്ല, കുടുംബക്കാർക്ക് ബോധിച്ചു എന്നല്ല, സഹോദരങ്ങൾക്ക് ബോധിച്ചു എന്നല്ല. ദൈവം പറയുന്നു, അവനെ എനിക്ക് ബോധിച്ച പുരുഷനായി ഞാൻ കണ്ടു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവന്റെ സന്തതിയിൽ നിന്നും ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. For our meditation today, let's turn our attention to Acts chapter 13, verses 22 and 23. After removing Saul, he made David their king. God testified concerning him, I have found David, son of Jesse, a man after my own heart. He will do everything I want him to do. From this man's descendants, God has brought to Israel the Savior, Jesus, as he promised. The Lord has prophesied, as the pastor said, in his younger times, that the Lord will be using him as the person, the character David in the Bible. Though the situations were so unlikely and the possibilities were very dim, the Lord was able to raise pastor as the servant David. And today we are going to hear from this Bible character, David, the man after God's own heart. രണ്ട് വാക്കുകൾ ഈ വചനത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കുന്നു. ഒന്ന്, ദാവീദിനെ ദൈവത്തിന് ബോധിച്ചു. അതൊരു പ്രധാനപ്പെട്ട വാക്കാണ്. ദാവീദിനെ ദൈവത്തിന് ബോധിച്ചു. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 13 വേഴ്സ് 14 വരുമ്പോൾ, 1 ശമൂവേൽ 13-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇപ്പോഴോ നിന്റെ രാജത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ്ക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, ശൗലിനോട് ദൈവം അറിയിക്കുകയാണ്, നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കാതിരുന്നത് കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി ദാവീദിനെ നിയമിച്ചത് ഇപ്പോൾ ഹൃദയത്തിലാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം ദാവീദിനെ ശൗലിന് പകരം നിയമിച്ചു. എന്നാൽ യഹോവ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു, അവനെ പ്രഭുവായി നിയമിക്കുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, യഥാർത്ഥമായ ആ സീറ്റിലേക്ക് വരുന്നതിന് മുൻപ്, ദാവീദിനെ പൊസിഷൻ ചെയ്യുന്നതിന് മുൻപ്, ദാവീദിനെ രാജകീയ കസേരയിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നതിന് മുൻപ്, ഇതിനൊക്കെ
ഒത്തിരി മുൻപ്, ഇത് ദൈവം സാമുവേലിനോട് അറിയിക്കുന്നതിന് മുൻപ് ദൈവം തൻ്റെ ഹൃദയത്തിൽ ഈ കാര്യം നിശ്ചയിച്ചു. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിനൊരു വ്യക്തിയെ ബോധിച്ചാൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ഒരു കാര്യം നിയമിച്ചാൽ അത് സമയമാകുമ്പോൾ ദൈവം ചെയ്തിരിക്കും. അതിനുവേണ്ടി ദൈവം നീക്കേണ്ടവനെ നീക്കും, വരുത്തേണ്ടവനെ വരുത്തും, ഇരുത്തേണ്ടവനെ ഇരുത്തും, മാറ്റേണ്ടവനെ മാറ്റും. ഇന്ന് ഈ സന്ദേശം താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ ദൈവത്തിന് ബോധിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട, ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിന്റെ പദ്ധതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയുന്നു, ആമീൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളെ കുറിച്ച് ദൈവം ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് വ്യക്തമാണ്. നിങ്ങളുടെ തലമുറയെ കുറിച്ച് ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ച്, നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ദൈവം ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച സമയം വരുമ്പോൾ ദൈവത്താൽ ആ സ്ഥാനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഒന്നാമത്തെ വാക്ക് പറയുന്നത്, ദാവീദിനെ ദൈവത്തിന് ബോധിച്ചു. അത് ദൈവത്തിന്റെ ഹൃദയത്തിലാണ് ദൈവത്തിന് ബോധിച്ചത്. അതുകൊണ്ടാണ് 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന പശ്ചാത്തലം നിങ്ങൾക്ക് കാണാം. അങ്ങനെ സാമുവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അവൻ ഇശ്ശായിയുടെ മക്കളിൽ ഇളയവനായ ദാവീദ്, ഇശ്ശായിയുടെ ഭവനത്തിലേക്ക് സാമുവേൽ കടന്നു വരുമ്പോൾ ഇശ്ശായി തന്റെ മക്കളെ എല്ലാം വിളിച്ചു മുൻപിൽ നിർത്തുന്നു. അതിൽ ഉയരമുള്ളവരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്, കഴിവുള്ളവരുണ്ട്, മിടുക്കന്മാരുണ്ട്. ഇവരെ ഓരോരുത്തരെ മുൻപിൽ നിർത്തുമ്പോഴും ഒരിക്കലും ദാവീദിന്റെ കാര്യം ഇശ്ശായി പറയുന്നില്ല, ഇനി എനിക്ക് ഒരു മകനും കൂടെ ഉണ്ട്, അവൻ ഇവിടെ ഇല്ല, അവനെയും കൂടെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് പറയുന്നില്ല. ദാവീദിനെ അപ്പൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ദാവീദിനെ സഹോദരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും അവനെ മറന്നിരിക്കുന്നു, എല്ലാവരും അവനെ കുറിച്ച് ഓർക്കുന്നത് പോലുമില്ല. എന്നാൽ സാമുവേൽ വ്യക്തമായി ചോദിക്കുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ? കാരണം ആത്മാവ് പ്രവാചകനെ നിയോഗിക്കുന്നില്ല. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ ആ കൂട്ടത്തിലില്ല, ദൈവത്തിന് ബോധിച്ചവൻ ആ കൂട്ടത്തിലില്ല, ദൈവം തിരഞ്ഞെടുത്തവൻ ആ കൂട്ടത്തിലില്ല, തമ്പുരാന്റെ ഹൃദയത്തിനകത്ത് കോറിയിട്ട് എഴുതിയവൻ ആ കൂട്ടത്തിലില്ല, ദൈവം നിശ്ചയിച്ചവൻ ആ കൂട്ടത്തിലില്ല. ഈ സന്ദേശം കേട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ആ ജോലി ദൈവം നിശ്ചയിച്ചതാണോ അത് നിനക്ക് ലഭിച്ചിരിക്കും. ആ വഴി ദൈവം നിശ്ചയിച്ചതാണോ അത് നിനക്ക് കിട്ടിയിരിക്കും. ആമേൻ. ആ അത്ഭുതം നിനക്ക് നിശ്ചയിച്ചതാണോ അത് നിന്നിൽ വന്നിരിക്കും. ആ അഭിഷേകം നിനക്ക് പകരപ്പെടുവാനുള്ളതാണോ അത് നിന്റെ മേൽ പകർന്നിരിക്കും. അതെത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം ഒന്ന് നിശ്ചയിച്ചാൽ അവൻ പ്രവർത്തിക്കും. ആർക്കും അത് തടുക്കുവാൻ കഴിയുകയില്ലെന്ന്. അവനൊരു വാതിൽ തുറന്നാൽ ആരും അത് അടയ്ക്കുന്നില്ല, അവനൊരു വാതിൽ അടച്ചാൽ ആർക്കും അത് തുറക്കുവാൻ കഴിയുന്നില്ല. ദാവീദിനെ അഭിഷേകം ചെയ്യണമെന്നും അവനെ ഇസ്രായേലിന്റെ രാജാവാക്കണമെന്നും ദൈവം തന്റെ ഹൃദയത്തിൽ നിയമിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം തന്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയാൻ അപ്പന്മാർക്കോ കുടുംബക്കാർക്കോ സാഹചര്യങ്ങൾക്കോ പാരമ്പര്യങ്ങൾക്കോ പിശാചിനോ കഴിയുകയില്ല. ദൈവം നിശ്ചയിച്ചതിനെ ദൈവം ചെയ്തിരിക്കും. അതുകൊണ്ടാണ് സാമുവേൽ ചോദിക്കുന്നത്, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇശ്ശായി പറയുന്നു, ഇനി ഒരുവനുണ്ട്, ഉള്ളതിൽ ഇളയവൻ. അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു. വിളിക്കണ്ട, പുള്ളി ആടുകളെ മേയ്ക്കുകയാകുന്നു. സാമുവേൽ ഇശ്ശായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിയിലിരിക്കില്ല എന്ന് പറഞ്ഞു. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉടനെ ആളയച്ച് അവനെ വരുത്തി. നിന്നെ വരുത്തേണ്ടടുത്ത് വരുത്തും, നിന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും. നിനക്ക് നൽകേണ്ടതിനെ ദൈവം നൽകും. കാരണം നിന്നെ ബോധിച്ചത് സഹോദരങ്ങൾക്കല്ല, നിന്നെ ബോധിച്ചത് നാട്ടുകാർക്കല്ല, നിന്നെ ബോധിച്ചത് അപ്പനല്ല, നിന്നെ ബോധിച്ചത് സഭക്കാർക്കല്ല, നിന്നെ ബോധിച്ചത് വിശ്വാസികൾക്കല്ല, നിന്നെ ബോധിച്ചത് നിന്റെ പാസ്റ്ററിനല്ല, നിന്നെ ബോധിച്ചത് നിന്റെ ഇടവക വികാരിക്കല്ല, നിന്നെ ബോധിച്ചത് നിന്റെ കുടുംബക്കാർക്കല്ല, നിന്നെ ബോധിച്ചത് ദൈവത്തിനാകയാൽ അവൻ വരുത്തിയിരിക്കും.
എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. വളരെ സൗന്ദര്യമുള്ളവനായിരുന്നു ദാവീദ്. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. ഒരു സംശയം അതിനകത്തില്ല. ദൈവം താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ കുടുംബത്തിന് വേണ്ടി നിശ്ചയിച്ചതിനെ റൂട്ട് തെറ്റാതെ, ഞാൻ ആ പദം ഇങ്ങനെ പറയുന്നു, ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് റൂട്ട് തെറ്റാതെ നിന്റെ അടുത്ത് വന്നിരിക്കും. ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് വഴിതെറ്റിപ്പോകാതെ, മിസ്സായി പോകാതെ നിന്റെ കയ്യിൽ തന്നെ അത് വന്നിരിക്കും. യേശു കർത്താവ് പത്രോസിനോട് പറയുന്നു, നീ പോയി ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനെ പിടിക്ക. അതിന്റെ വാ തുറക്കുമ്പോൾ നിനക്ക് കരം കൊടുക്കുവാനുള്ള ചതുർദ്രഹ്മ നാണയം ആ മീന്റെ വായിൽ ഉണ്ടാകും. പത്രോസ് പോയി ചൂണ്ടയിടുന്നു. നിങ്ങൾക്കറിയാമോ, ഗലീല കടലിൽ എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മീനുകളുണ്ട്. അതിൽ ഒരു മീന്റെ വായിൽ മാത്രമേ ചതുർദ്രഹ്മ നാണയം ഉള്ളൂ. എത്രയോ ആൾക്കാർ ആ കടലിൽ അല്ലെങ്കിൽ ആ ലേക്കിൽ വലയെറിയുന്നുണ്ട്. എത്രയോ പേർ ഇപ്പോൾ അവിടെ ചൂണ്ടയിട്ടിരിപ്പുണ്ട്. പക്ഷേ ദൈവം തമ്പുരാൻ പത്രോസിന് വേണ്ടി സെറ്റ് ചെയ്ത മീൻ റൂട്ട് തെറ്റാതെ, മറ്റൊരു വലയിലും ചൂണ്ടയിലും കേറിപ്പോകാതെ, അത് കൃത്യമായി പത്രോസിന്റെ ചൂണ്ടയിൽ തന്നെ കയറും. ഇനി ഒരു കാര്യം കൂടെ കേട്ടോ, ചതുർദ്രഹ്മ നാണയം വിഴുങ്ങിയ മീന്റെ വായ്ക്കകത്ത് സ്പേസ് കുറവാണെങ്കിലും, അതിനകത്ത് ചൂണ്ടേ കയറി കൊത്താനുള്ള ടെംപ്റ്റേഷൻ ഇല്ലെങ്കിലും, മീനിന് ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും മീൻ കൊത്തിയിരിക്കും. കാരണം അത് നിനക്ക് വേണ്ടിയുള്ളതാണ്. അത് നിന്റെ ചൂണ്ടയിൽ തന്നെ വരും. ദൈവം ഒരുക്കിയത് റൂട്ട് തെറ്റുകയല്ല. ദൈവം ഒരുക്കിയത് വഴിതെറ്റി എവിടോട്ടേലും കയറി പോകുകയല്ല. ഏലിയാവിനെ സ്വർഗത്തിലെ ദൈവത്തിന് കരുതാൻ കാക്കയുടെ വായിൽ അപ്പവും ഇറച്ചിയും സെറ്റ് ചെയ്ത് സ്വർഗത്തിലെ ദൈവം കാക്കയെ അയക്കുന്നെങ്കിൽ, കാക്ക വഴിതെറ്റി മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊണ്ട് കൊടുക്കുകയില്ല. ഏലിയാവിനെ പോലെ ഇരിക്കുന്ന വേറൊരാൾക്ക് അത് കൊടുക്കുകയില്ല. ഏലിയാവിനെ പോലെ പ്രവചിക്കുന്ന ഒരു പ്രവാചക ശിഷ്യനും അത് കിട്ടുകയില്ല. കാക്കയ്ക്ക് റൂട്ട് തെറ്റാൻ പറ്റില്ല. കാരണം റൂട്ട് ഡിസൈൻ ചെയ്തത്, റൂട്ട് സെറ്റ് ചെയ്തത് ദൈവമാണെങ്കിൽ, നിനക്കുള്ളത് നിന്റെ കയ്യിൽ എത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് ചില വ്യക്തികളോട് കർത്താവ് പറയുന്നു. കാരണം വാഗ്ദത്തം നിന്റെ മേളിലാ കിടക്കുന്നത്. പ്രോമിസ് നിന്റെ മേളിലാ കിടക്കുന്നത്. ആമേൻ. ദാവീദേ, വാഗ്ദത്തം നിന്റെ മേളിലാ കിടക്കുന്നത്. പത്രോസേ, വാഗ്ദത്തം നിന്റെ മേളിലാ കിടക്കുന്നത്. ഏലിയാവേ, വാഗ്ദത്തം നിന്റെ മേളിലാ കിടക്കുന്നത്. വാഗ്ദത്തമുള്ളവനെ തേടി ഈ ദിവസങ്ങളിൽ ചിലത് അവന്റെ അരികിൽ വരുന്നു. ഇത് എഴുതി വെച്ചോ, ഈ വാക്ക് എഴുതി വെച്ചോ. ഇതൊരു പ്രൊഫസിയാണ്, ഇതൊരു പ്രവചനമാണ്. വാഗ്ദത്തമുള്ള നിന്നെ തേടി റൂട്ട് തെറ്റാതെ ചില ദൈവ പ്രവർത്തികൾ നിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. അതിനെ തടയാൻ പിശാചിന് കഴിയില്ല. അതിനെ തടയാൻ അസൂയാലുവിന് കഴിയില്ല. അതിനെ തടയാൻ ഈ ഉലകത്തിലെ ഒരു ശക്തികൾക്കും വ്യക്തികൾക്കും സാധ്യമല്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുകയാണ്. God was pleased with David. That's what we understand here. He was a man after God's own heart. When we look into the context of this passage, 1 Samuel chapter 13 verse 14, we read like this: But now your kingdom will not endure. The Lord has sought out a man after his own heart and appointed him ruler of his people, because you have not kept the commandment of the Lord. As the pastor said, even before David was enthroned, even before David came into the throne, the Lord appointed him in his heart. In God's will, the Lord has already made the appointment, and it was into that appointment David came and became the king some years later. That's what the Lord is telling to King Saul, that I have found a man, I have sought out a person who is after my own heart, and I will bring into that throne at the proper time. As the pastor said, the Lord is setting a time for some people, a proper time. That specific
specific time. This is your time of foreordination. The Lord has ordained that time, and you are going to step into God's will, God's purpose, and no one can ever stop that. No person can ever stop that. If you look into this context, it's not humans who have willed that great will. It's the Lord who has done that. And if the Lord has set that for a person, no one can ever stop that. Look into this context. This person called David, everyone despised him. No one remembered him. A great thing was happening in his house. A great meeting was happening in his house, but no one appointed or no one invited him into that program. And what happened in 1 Samuel 16 verse 13 onward, there is a great stirring up inside the heart of the prophet. All the people, each and every person who came in front of him, the Lord is not saying anything about all those people. The Lord just said, I have not selected him, I have rejected him. And toward the end, this prophet asked a crucial question: is there anyone else who is remaining in your sons? And Jesse, the father, said, one person is there, one son is there. He is the youngest and he is in the woods. And the prophet said, summon for him. If he is not coming, I am not going to sit for the food. That was the kind of the situation. He was summoned and he was brought. And as the pastor said, he was summoned into the central stage and he was seated at the right place and he received the anointing. If you are appointed by the Lord, if you are foreordained by the Lord, no matter where you are, no matter whether you are rejected or not, no matter whether no one remembers you or not, the Lord will bring you at the right place, at the right time, in front of the right person to have the right anointing upon you. That is God's message for you. And the prophet was asked, rise up and anoint that person. As the pastor said, there was no doubt, because this was the man who was handpicked by the Lord specifically to be anointed for that great purpose, to become the king of the nation Israel. And as the pastor said, what God has prepared, it will not miss. It will not miss out. It will come to you without missing the root. The Lord will reroute the things at the right time, and that will come unto you. As the pastor said, the drachma which the Lord has planned for Peter, that will come at the right time. It will not miss. That will precisely come to Peter without missing the mark. If the Lord has prepared a raven to arrive at Elijah's spot, it will not go anywhere. At the right time, at the right place, it will come to Elijah, because the Lord has designed the route for Elijah, because the promise is upon Elijah. As the pastor said, if you have the promise upon you, something is coming to you. Something special is coming to you. That anointing is coming to you. That job is coming to you. That promotion is coming to you. That financial breakthrough is coming to you. That appointment is coming to you, because you are a person of promise and appointment and foreordination. ഇത് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് കർത്താവ് ഒരു വേർഡ് പറയുകയാണ്. അതൊരു എമർജൻസി അനോയിന്റിങ് ആയിരുന്നു. ദാവീദിനെ സാമുവേൽ അഭിഷേകം ചെയ്യുന്നത് അതൊരു എമർജൻസി ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ശൗൽ വഴിതെറ്റിപ്പോയി. ശൗൽ ദൈവകൃപയിൽ നിന്ന് പോയി. ശൗൽ ആരാധനയിൽ നിന്ന് പോയി. ശൗൽ ദൈവഭയത്തിൽ നിന്ന് പോയി. ശൗൽ ദൈവസ്നേഹത്തിൽ നിന്ന് പോയി. കാരണം ദൈവത്തിന് തൻ്റെ നാമത്തെ ഉയർത്തുവാനും ദൈവത്തിന് തൻ്റെ രാജ്യത്തെ നിലനിർത്തുവാനും ഒരു ദൈവപുരുഷനെ വേണം. അതുകൊണ്ട് ദൈവം ഭയങ്കര എമർജൻസി ആയിട്ട്, അതുകൊണ്ടാണ് എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക എന്ന് പെട്ടെന്ന് തന്നെ ദൈവം പറയുന്നത്. അവനെ ആളയച്ചു വരുത്തി. അപ്പോൾ യഹോവ എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. ഒരു 5 മിനിറ്റ് പോലും ഇനി വൈകിക്കരുത്. ഒരു 2 മിനിറ്റ് പോലും ഇനി വൈകിക്കരുത്. അവന്റെ മേളിലോട്ട് അഭിഷേകം പകര്. ഒരു എമർജൻസി ഡീലാണത്. ഒരു എമർജൻസി അപ്പോയിന്റ്മെന്റ് ആണത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ ഒരു പ്രവചന ശബ്ദമായി ചിലരോട് കർത്താവ് അറിയിക്കുന്നു. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിനും നിന്റെ ദേശത്തിൽ ഉണർവിനെ കൊണ്ടുവരേണ്ടതിനും
നീ നിമിത്തം 10,000 ദൈവത്തിലേക്ക് തിരിയപ്പെടേണ്ടതിനും നിന്റെ പട്ടണത്തിൽ ഒരു ഉണർവ് നടക്കുവാൻ എമർജൻസിയായി ദൈവം നിന്റെ മേളിലേക്ക് ഒരു അഭിഷേകത്തെ പകരുവാൻ വിശ്വസ്തനാണ് എന്ന് സ്വർഗം നിന്നെ അറിയിക്കുകയാണ്. അതിന് 21 days ഫാസ്റ്റിംഗ് ഒരു വിഷയമല്ല. 40 days വേണമെന്ന് നിർബന്ധമില്ല. ഉപവസിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഇവിടെ ദാവീദിനോട് 21 ഇരുന്നേ 40 ഇരുന്നേ എന്നൊന്നും പറയുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് നിന്നെ എനിക്ക് വീണ്ടും കാണണമെന്ന് പറയുന്നില്ല. അവനെ കണ്ടപ്പോൾ തന്നെ ദൈവം പറയുന്നു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. It's an emergency appointment. Emergency appointment. Oh precious Jesus. ഈ നിലകളിൽ ദൈവം ചിലരുടെ മുകളിലേക്ക് അത് പകരുവാൻ പോകുകയാണ്. എമർജൻസിയായി ദൈവം ചിലതിനെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. അത് സംഭവിച്ചേ പറ്റുള്ളൂ. ഈ ദിവസങ്ങളിൽ ഭാരതത്തിൽ അത് നടന്നേ കഴിയുള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ടൊരു മൂവ്മെന്റ് ഉണ്ടാകട്ടെ. വളരെ ഫാസ്റ്റ് ആയിട്ട് ചില ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. കാലം അതിന്റെ അവസാനത്തിലേക്കും ലോകം അതിന്റെ അന്ത്യത്തിലേക്കും പോകുകയാണ്. ഒത്തിരി പ്രകൃതി ദുരന്തങ്ങൾക്ക് നാം സാക്ഷികളാകാൻ പോകുകയാണ്. ഒത്തിരി പ്രതിസന്ധികൾ ഈ ലോകത്തിൽ നടക്കുന്നത് നാം കാണാൻ പോകുകയാണ്. ഒത്തിരി നാച്ചുറൽ ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ സ്വർഗത്തിലെ ദൈവം തന്റെ പദ്ധതികളെ നിവർത്തിക്കേണ്ടതിന്, തന്റെ ഉണർവിനെ കത്തിച്ച് ഒരു തീ ജ്വാലയാക്കി സ്പ്രെഡ് ചെയ്യിക്കേണ്ടതിന്, ലക്ഷോപലക്ഷം ജനങ്ങളെ ഈ പെട്ടകത്തിലേക്ക് വലിച്ചു കയറ്റേണ്ടതിന് എമർജൻസിയായി ദാവീദിനെ പോലെ ഒരു യുവ തലമുറയുടെ മേളിൽ, ഒരു ജനറേഷന്റെ മുകളിൽ ദൈവം തന്റെ അഭിഷേകത്തെ ഈ ദിവസങ്ങളിൽ പകരുവാൻ പദ്ധതി ഒരുക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുകയാണ്. The Lord says to Samuel, rise up and anoint him. That means there's no time to waste, no time to stand and stare. You have to immediately anoint that person. As the pastor precisely says, that anointing was an emergency anointing. That was an anointing. That deal was done all of a sudden, emergency. And such kind of emergency anointing is going to happen. Why this emergency situation is there? Saul was unfaithful. Saul disrespected God. King Saul misused his authority. All these things were in the context, and God needed one person to rise up to the occasion, to have the glory of the Lord uplifted throughout the nations. God needed a person. He was seeking a person, and on that emergency situation, the Lord anoints David. And the message for you is that God is selecting you as a person to bring revival in your place, in your city, in your state. And for that purpose, the Lord is going to do some kind of an emergency anointing, an outpouring which is in an emergency situation, because this is the end time. We don't have much time ahead, and for that purpose, the Lord is raising up a generation and breaking open this anointing to a new generation who are receptive and open, no matter what background they have, no matter whether they have fasted or not. The Lord is doing something in an emergency, and you can receive it today. ഒരു ശൗലുമാർക്കും ബുദ്ധിമുട്ട് തോന്നരുത്, ഒരു ശൗലുമാർക്കും അസൂയ തോന്നരുത്. എല്ലാ ശൗലുമാരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നീ പ്രതീക്ഷിക്കാത്തൊരു തലമുറ എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. നീ എക്സ്പെക്ട് ചെയ്യാത്ത, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജനറേഷന്റെ മുകളിലോട്ട് ദൈവം അഭിഷേകത്തെ ഇമ്പാർട്ട് ചെയ്യാൻ പോകുകയാണ്. ഒരു തലമുറയെ അപ്ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പോകുകയാണ്. അവർ വനവാസത്തിലായിരുന്നവരായിരിക്കാം, അവർ അറിയപ്പെടാത്തവരായിരിക്കാം, അവരാരും ശ്രദ്ധിക്കപ്പെടാതെ പോയവരായിരിക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം എമർജൻസിയായി ചിലതിനെ രംഗത്ത് കൊണ്ടുവരാൻ പോകുകയാണ്. അത് കാണുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നാം അവരെ സപ്പോർട്ട് ചെയ്യണം, നാം അവരെ എൻകറേജ് ചെയ്യണം, നാം അവരെ അപ്ലിഫ്റ്റ് ചെയ്യണം. കാരണം അതൊരു ഡേവിഡ് ജനറേഷൻ ആണ്, അതൊരു ദാവീദിന്റെ തലമുറയാണ്. കാരണം വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമുണ്ട്, ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്തു. ദാവീദ് ചെന്നെടുത്തെല്ലാം അവൻ ജയാളിയായി തീർന്നു. എന്തുകൊണ്ടാണ് ദാവീദ് ചെന്നെടുത്തെല്ലാം അവന് ജയമുണ്ടായത്? വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1 ശമൂവേൽ 18:14 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു.
And the Lord was with him. The Lord was with David. എന്തുകൊണ്ടാണ് ജോസഫ് അനുഗ്രഹീതനായത്? The Lord was with Joseph. യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം കൂടെ നിൽക്കുന്ന, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു തലമുറയെ, ഒരു ജനറേഷനെ തോൽപ്പിക്കാനും തകർക്കാനും ശ്രമിക്കരുത്. കാരണം അവൻ ചെല്ലുന്നിടത്തൊക്കെയും അവന് ജയം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം കൽപ്പിച്ചു. ഇത് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. ദൈവം എന്നോട് ആ വാഗ്ദത്തം അറിയിക്കുമ്പോഴും പലതവണ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പലരിലൂടെ ഇത് പ്രവചിപ്പിക്കുമ്പോഴും അതിന്റെ ഗൗരവം എത്രയെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എത്ര ഡ്രൈ ലാൻഡിൽ ചെന്ന് നിന്നാലും ഞങ്ങൾ ആ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറയും, അച്ഛാ, പാസ്റ്ററെ, ബ്രദറെ, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, ഇവിടെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അതുപോലത്തെ ആൾക്കാരും അതുപോലത്തെ സ്ഥലവുമാണ്. പക്ഷെ മീറ്റിംഗ് കഴിയുമ്പോൾ മീറ്റിംഗ് നിർത്താൻ കഴിയാത്ത നിലകളിൽ ദൈവശക്തി വെളിപ്പെടുന്നതും പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകുന്നതും എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിരിക്കുന്നു. ഇവിടെ ഒരു വിടുതലും ഉണ്ടാകത്തില്ല. ഈ മീറ്റിംഗ് ഒരിക്കലും സക്സസ് ആകത്തില്ല. ഇതൊരിക്കലും ബ്ലസ്ഡ് ആകത്തില്ലെന്ന് പറഞ്ഞ് എത്രയോ ഇടങ്ങളിൽ ചോദിച്ചതിലും നനച്ചതിലും അപ്പുറമായ നിലകളിൽ ദൈവം അതിനെ ബ്ലസ്ഡ് ആക്കിയിട്ടുണ്ട്. ദൈവം ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം ഒരാളുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ, ദൈവം ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുന്നെങ്കിൽ അവന്റെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കുന്ന ജീവനുള്ളൊരു ദൈവമുണ്ട്. ഇതാണ് നമ്മളുടെ എന്താ പറയുന്ന ബലം, our strength. This is our strength. The Almighty God is with me. The Almighty God is with you. That is our strength. That is our courage. ഇതാണ് നമ്മുടെ ബലം. ഒരു സംഘടന കൂടുണ്ടെന്നുള്ളതല്ല, ഒരു വ്യക്തി കൂടുണ്ടെന്നുള്ളതല്ല, കുറച്ച് പണം കയ്യിലുണ്ട് എന്നുള്ളതല്ല, ആരുടെയൊക്കെയോ പിൻബലങ്ങൾ, എന്തൊക്കെയോ നേതാക്കന്മാരുടെ, വ്യക്തികളുടെ രാഷ്ട്രീയ പിൻബലങ്ങൾ, ഇതൊന്നുമല്ല നമ്മുടെ ബലം. ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ദൈവം നമ്മളെ സഹായിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ശൗല് ഭയങ്കര ഹൈറ്റ് ഉള്ള ആളാ. ശൗല് ഭയങ്കര പുള്ളിയാ, ഭയങ്കര ബുദ്ധിമാനാ, ഭയങ്കര ടാലന്റഡാ, അഗ്രഗണ്യനാ, ക്രൂക്കടാ. പക്ഷേ അഭിഷേകം അങ്ങ് പോയി, ദൈവം അങ്ങ് കൂട്ടത്തിൽ നിന്ന് പോയി, തൊടുന്ന എല്ലാം കയ്യിൽ നിന്ന് പോവുകയാണ്. ഒന്നും സക്സസ് ആകുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോഴാണ് ഒരു കൊച്ചു കറക്കൻ മുന്നിലോട്ട് കയറി വന്ന്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിശക്തമേറിയ മിനിസ്ട്രി ചെയ്യുന്നത്. ശൗലും പടയാളികളും പട്ടാളക്കാരും പേടിച്ചൊളിച്ചു മറച്ച ഏലാ താഴ്വരയിൽ വാളും പരിചയും തണ്ടും തടിയും ഹെൽമറ്റും ഇല്ലാതെ കയ്യിൽ ഒരു കവണയും എടുത്ത് പോക്കറ്റിൽ സഞ്ചിയിൽ 5 കല്ലും പെറുക്കിയിട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ നിന്ദിക്കാൻ ഫെലിസ്തീനെ നീ ആര്? യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നുള്ള തന്റെ ഇടത്തിൽ ദൈവമുഖം നോക്കിക്കൊണ്ട് അഭിഷേകത്താൽ കവണയ്ക്കകത്ത് കല്ല് വെച്ച് കറക്കിയെറിഞ്ഞ് തിരുനെറ്റിയിൽ കൊണ്ട് ആമീൻ ഫെലിസ്ത്യൻ നിലംവരയായി താഴെ വീണ് അവന്റെ തലവെട്ടി തൂക്കിയെടുത്ത് ശൗലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാഴ്ച ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. The Lord was with David. ഇതാണ് ജയം, ഇതാണ് വിജയം. പക്ഷേ ഇന്നത്തെ സന്ദേശത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് കയറുന്നു. What is the reason of his success? എല്ലാ സീസണിന്റെയും പിറകിൽ ഒരു റീസൺ ഇല്ലേ? ക്രിസ്മസ് എന്ന സീസണിന്റെ പിറകിൽ ഒരു റീസൺ ഇല്ലേ? ഈസ്റ്റർ എന്ന സീസണിന്റെ പിറകിൽ ഒരു റീസൺ ഇല്ലേ? ഒരു ആക്സിഡന്റ് ആ റോഡിൽ നടന്നെങ്കിൽ അതിന്റെ പിറകിൽ ഒരു റീസൺ ഇല്ലേ? എല്ലാ പ്രോബ്ലത്തിന്റെയും പിറകിൽ ഒരു റീസൺ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ദാവീദിന്റെ വിജയത്തിന്റെ പിറകിൽ ചില റീസൺസ് ഉണ്ട്. യഹോവ അവനോട് കൂടെ ഇരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരിക്കാൻ ദൈവത്തിന് പറയാൻ ദൈവത്തിൻ്റെതായ ചില റീസൺസ് ഉണ്ട്. അത് മനുഷ്യൻ പറയുന്ന റീസൺസ് അല്ല. ഞാൻ അതിലേക്ക് വരികയാണ്. Though Saul failed in his call, the Lord raised
this man called David, a man after God's own heart. An unexpected generation is coming up with such kind of a special anointing, and that generation is called the David generation. A David generation is coming up. And what is the speciality of such kind of people? We find that wherever David went, he became very successful. Wherever he goes, all the assignments which was assigned to him, in all those things he was very, very successful. What is the reason? For Samuel 18:14, David was wise in his ways and the Lord was with him. What is the speciality of this man? Always he had the presence of the Lord. All he carried the presence of the Lord with him, and that was the main speciality. And as the pastor said, the generation is coming up. Such kind of a generation is coming up, and the speciality of the generation is that the Lord is with them. And as the pastor said, you cannot defeat such kind of a generation. You may try many things, but they are undefeatable. You cannot stop them because the Lord is very close to those people, and that is the reason. And as the pastor says from his own personal example, the Lord called him with such kind of a heavy anointing, the anointing which was manifested in David. And wherever he went, whichever places he went, he was able to see that hand of the Lord. And one of the specialities, he may step into a place, a very dry place, and the people there may say, you have to pray so much because this place is very dry place and you cannot expect anything to happen from this place. But God's hand will be so powerful on him that the Lord manifests himself so powerfully that the meeting becomes unstoppable, because the Lord manifests himself with miracles, wonders, and healings that follows, that supports the word of the Lord. And such kind of a thing happened. Why? Because the Lord's hand is with him, and this is our strength. It is not anything else of this world. The presence of the Lord is the main strength, that God is with us. Saul was a great man. Saul was no ordinary person. He was intelligent. He was powerful. He was a great warrior, but he failed. He was not able to stand against Goliath, and he failed terribly. What happens now in this situation? David steps forward. He takes the slingshot and he is able to slay that great giant. Why? Because he manifests the presence of Lord in his life. The Lord was with David and he became so powerful and successful. കർത്താവിന്റെ ദാസൻ റിജോയ് സാറേ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ മീറ്റിങ്ങിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ 22 വർഷത്തെ ശുശ്രൂഷാനുഭവത്തിൽ എത്രയോ ഗോലിയാത്തുമാർ മുൻപിൽ വന്നു, എത്രയോ ആഖാന്മാർ, എത്രയോ സൻബല്ലത്തുമാർ, എത്രയോ തോബിയാവുമാർ, എത്രയെത്ര വെല്ലുവിളികൾ, എത്രയെത്ര നിന്ദകൾ, എത്രയെത്ര പ്രതിസന്ധികൾ മുൻപിൽ വെളിപ്പെട്ടു. പക്ഷേ ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്തു. അതിനൊറ്റ കാരണേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവം ആ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്നു. ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു യു. ദൈവം ഒരുത്തന്റെ കൂടെ ഉണ്ടെങ്കിൽ അവനെ തോൽപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. അവൻ തോൽക്കണമെങ്കിൽ ദൈവം തോൽക്കണം, ദൈവത്തെ തോൽപ്പിക്കണം. ദൈവം ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ദർശനത്തോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. ആ ദൈവാനുഗ്രഹം, ആ മനുഷ്യന്റെ മേളിൽ നിൽക്കുന്ന ഫേവർ ആ കൂടെ നിൽക്കുന്നവരിലേക്കും ഇമ്പാർട്ട് ചെയ്യപ്പെടും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്, വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. എന്തുകൊണ്ടാണ് ദാവീദിന്റെ ജീവിതം സക്സസ്ഫുൾ ആയത്? എന്ത് കാരണം കൊണ്ടാണ് അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായത്? ഞാൻ 7 കാരണങ്ങൾ പറയും. അതിന്റെ ഒന്നാമത്തെ റീസൺ, he loved God. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. ദാവീദിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. സങ്കീർത്തനം 18:1 ഒത്തിരി വായിക്കാനുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. സങ്കീർത്തനം 18:1 ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ പറയുകയാണ്, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. O Lord, my strength, I love you, my God.
എൻ്റെ ബലമായ യഹോവേ, you are my strength. My strength is not my money. My strength is not my wealth and health. My strength is not my parents. My strength is not anything. My Lord, my God, you are my strength. That's why I love you, my God. I love you. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നേശുനാഥ. പിരിയാൻ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നേശുനാഥ. I love you, Lord. I love you, Lord. I love you, Lord Jesus. I love you, Lord. I love you, Lord. I love you, Lord Jesus. പാടിയേ, സ്നേഹിക്കുന്നേ 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 എൻ്റെ അപ്പൻ എന്നെ മറന്നപ്പോഴും, എൻ്റെ സഹോദരങ്ങൾ എന്നെ മറന്നപ്പോഴും, ശൗൽ എൻ്റെ പുറകെ നടന്നെന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും, എനിക്കെതിരെ മൂർച്ചയുള്ള കുന്തങ്ങൾ വലിച്ചെറിയുമ്പോഴും, എന്നെ ഭിത്തിയിൽ ചാരി നിർത്തി കുത്തി തീർക്കാൻ എന്നെ ശ്രമിക്കുമ്പോഴും, അസൂയലുക്കൾ എന്റെ ചുറ്റും നിൽക്കുമ്പോഴും, എന്നെ തോൽപ്പിക്കാൻ, തോൽവികൾക്ക് വിട്ടുകൊടുക്കാൻ അനുവദിക്കാതെ ഇവരുടെ എല്ലാം നടുവിലൂടെ എന്റെ തലയെ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന കർത്താവേ, ദാവീദ് പറയുന്നു, ലോർഡ് യു ആർ മൈ സ്ട്രെങ്ത്. That's why I love you, Lord. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മോനെ, എനിക്ക് അടുത്ത വാക്യങ്ങളൊന്ന് വായിക്കണമെന്നുണ്ട്. ദൈവത്തെ നോക്കി 7 കാര്യം ദാവീദ് പറയുന്നുണ്ട് കേട്ടോ. 7 പോയിന്റ് ഇന്നത്തെ മെസ്സേജിന്റെ വിഷയമല്ല ഞാൻ ഈ പറയുന്നത്. ദൈവത്തെ നോക്കി ദൈവം ദാവീദിന് ആരാണെന്ന് ദാവീദ് 7 വാക്കുകളിലൂടെ പറയുന്നുണ്ട്. യഹോവേ, നീ എൻ്റെ ശൈലമാണ്. യു ആർ മൈ റോക്ക്.
ദൈവമേ, നീ എൻ്റെ കോട്ടയാണ്, ആൻഡ് മൈ ഫോർട്രസ്. നീ എൻ്റെ രക്ഷകനാണ്. യു ആർ മൈ ഡെലിവർ. നീ എൻ്റെ ശരണമാണ്. യു ആർ മൈ സ്ട്രെങ്ത്. നീ എൻ്റെ പാറയാണ്. നീ എൻ്റെ പരിചയാണ്. നീ എൻ്റെ കൊമ്പാണ്. നീ എൻ്റെ ഗോപുരമാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പുള്ളിക്ക്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റില്ല കേട്ടോ. എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഞാൻ എന്താ അവനെ വിളിക്കേണ്ടിയേ? ചില സമയത്ത് അവൻ എൻ്റെ അപ്പായ, ചില സമയങ്ങളിൽ അവൻ എൻ്റെ അമ്മയാ, ചില സമയങ്ങളിൽ എൻ്റെ യേശു എൻ്റെ സഹോദരനാ, ചില സമയങ്ങളിൽ അവൻ എൻ്റെ സഹോദരിയാ, ചില സമയങ്ങളിൽ അവൻ എൻ്റെ സുഹൃത്താ, ചില സമയങ്ങളിൽ അവൻ എൻ്റെ നല്ല വഴികാട്ടിയ, ചില സമയങ്ങളിൽ അവൻ എൻ്റെ നല്ല മെൻട്ര, ചില സമയങ്ങളിൽ അവന്റെ ജ്യേഷ്ഠനാ. ദാവീദ് പറയുന്നു, നീ എൻ്റെ ശൈലമാ, എൻ്റെ കോട്ടയാ, എൻ്റെ രക്ഷകനാ, എൻ്റെ ദൈവമാ, എൻ്റെ പാറയാ, എൻ്റെ പരിചയ, എൻ്റെ രക്ഷയായ കൊമ്പ, എൻ്റെ ഗോപുരമാ. സ്നേഹം അകത്തോട്ട് കയറുമ്പോഴേ പിന്നെ വാക്കുകളൊന്നും കിട്ടില്ല കേട്ടോ. നമ്മൾക്കൊരാളോട് ഭയങ്കര സ്നേഹം തോന്നിയ നമ്മൾ പിന്നെ പറയുന്ന വാക്കുകൾക്ക് ലാംഗ്വേജിനൊന്നും ഡിക്ഷണറി തപ്പിയ കിട്ടില്ല. ചക്കരമുത്തേ, പൊന്നേ, വാവേ, തക്കിടു അല്ലേടാ എന്നൊക്കെ പറയുന്നത് എവിടെ, ഏത് ഡിക്ഷണറിയിലുണ്ട് തക്കിടു അല്ലേടാ? ദാവീദിന്റെ അകത്തോട്ട് സ്നേഹം കയറുകയാണേ. വന്ന വഴികൾ ഓർക്കുമ്പോ, നടത്തിയ ദൈവത്തെ ഓർക്കുമ്പോ, പരിപാലിച്ച കർത്താവിനെ ഓർക്കുമ്പോ, എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും, എല്ലാരും മറന്നപ്പോഴും, എല്ലാരും കൈവിട്ടപ്പോഴും, കൈവിടാത്ത കർത്താവിനെ ഓർക്കുമ്പോ അവൻ പറയുന്ന, ലോർഡ് യു ആർ മൈ റോക്ക്, യു ആർ മൈ ഫോർട്രസ്, യു ആർ മൈ ഡെലിവറർ, ഗോഡ് യു ആർ മൈ സ്ട്രെങ്ത്, I will trust in you, Lord. You are my buckler. You are the horn of my salvation and the high tower. ആ ടവറിലോട്ട് ഞാൻ കയറുക. എൻ്റെ പ്രതിസന്ധിയിൽ ആ കോട്ടയ്ക്കകത്തോട്ട്, ദൈവം എന്ന കോട്ടയ്ക്കകത്തോട്ട് ഞാൻ കയറുക. ആ കോട്ടയെ തകർക്കാൻ കഴിയുന്ന ഒരു ശക്തികളും ലോകത്തിലില്ല. ആ കോട്ടയെ പൊളിക്കാൻ കഴിയുന്ന ഒരു ബോംബുകളും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ദൈവം എന്ന കോട്ടയ്ക്കകത്തോട്ട് ഒരുത്തൻ കയറിയാൽ, ആ പ്രസൻസിലോട്ട് കയറിയാൽ, nobody can touch him, nobody can stop him, nobody can break him. We thank you, Lord. സഹോദരങ്ങളെ ക്ഷമിക്കുക. I am very emotional because when I preach the love of God, I can't control myself because I am loved by God. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. What is the reason for the success of David? Why was David so successful? First thing is that he loved God. He loved God more than anything else of this world. Psalm 18 verse 1 we find, I love you, Lord, my strength. This is a statement, the expression of a person who loved God more than anything else of this world. And pastor was able to so intensely, so intoxicatingly with the word, with the love, he was able to explain, trying to express the depth of the love which David had for God. I love you, O Lord. You are my strength. Nothing else of this world but God. David says, when my father had forsaken me, when my brothers just despised me, when Saul was trying to kill me, you were the person who was with me. You comforted me. You were my strength. You are my everything. And he goes on to say some 7 things. Looking at God, he passionately says some 7 things. He is
failing in his words here. He says, Lord, you are my rock, you are my fortress, you are my deliverer, you are my strength, you are my buckler, you are my high tower, you are the horn of my salvation. He is actually failing in words here because he's not able to express it fully in words. He is trying to tell to Lord how much he is loving him. He is my father, not just all these things. If you ask David, David may say like this, you are my father, and at other times you are my mother, at other times you are a brother, and sometimes a sister, sometimes you are a friend, you are a guide, you are a mentor, you are like an elder brother. All, anything which I need, everything is God. He is my everything. That is the kind of love which David had for God. And when you read these verses in Psalm 18, you find that these are the words of a person who is intoxicated in the love of God. And the pastor said he's not able to explain in words because he is so deeply loved by God, and he loves God in that same measure, in so deep level. He loves God, so he is breaking here. The Lord is my everything. The Lord is my all. സഹോദരങ്ങളെ, ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധമാണ്. ദൈവത്തോടുള്ള സ്നേഹമാണ് ആരാധന. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 1 കൊരിന്ത്യർ 16:22 പൗലോസ് പറയുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. സ്തോത്രകാഴ്ച കൊടുക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് തിരുവെടുത്ത് പറയുന്നില്ല. ചാരിറ്റി വർക്ക് നടത്താത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് തിരുവെടുത്ത് പറയുന്നില്ല. കൈയടിച്ച് പാട്ട് പാടാത്തവനോ പ്രസംഗിക്കാത്തവനോ പ്രസംഗം കേൾക്കാത്തവനോ ശപിക്കപ്പെട്ടവനെന്ന് തിരുവെടുത്ത് പറയുന്നില്ല. എന്നാൽ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. കാരണം കർത്താവിനെ സ്നേഹിക്കുന്നവൻ ദൈവവചനം കേൾക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവൻ ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പാടും. കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിനെ ആരാധിക്കും. ദൈവത്തോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഈ ലൈക്കുണ്ട്, ലവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. നിങ്ങൾ ഈ ഫേസ്ബുക്കിലൊക്കെ വീഡിയോയ്ക്ക് തരുന്ന ലൈക്കുകൾക്കൊക്കെ ഒത്തിരി നന്ദി. പക്ഷെ ലൈക്കുകൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. മാറി മറിഞ്ഞു വരും. ഇഷ്ടങ്ങൾ മാറി മറിയും. നേരത്തെ ചിക്കൻ കറി ഇഷ്ടമായിരുന്നു, ഇപ്പൊ ചിക്കൻ കറി ഇഷ്ടമല്ല. നേരത്തെ ആ ഫുഡ് ഇഷ്ടമായിരുന്നു, ഇപ്പൊ ഈ ഫുഡ് ഇഷ്ടമല്ല. നേരത്തെ ബസ്സിൽ പോകുന്ന ഇഷ്ടമായിരുന്നു, ഇപ്പൊ ട്രെയിനിൽ പോകുന്ന ഇഷ്ടം. ഇഷ്ടങ്ങൾ മാറും. പക്ഷേ സ്നേഹം മാറില്ല. ഇറ്റ്സ് വെരി സ്ട്രോങ്. അത് ശക്തമേറിയതാണ്, അത് ആഴമേറിയതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണോ സ്നേഹമാണോ? നിങ്ങളെ ദൈവത്തിന് ഇഷ്ടമാണോ? ആണെങ്കിൽ ഓൺലൈനിൽ കാണുന്നവര് ചാറ്റിനകത്ത് ഒരു എസ് അടിച്ചേ, എന്നെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് എഴുതി വിട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളെ ഇഷ്ടപ്പെടാൻ തക്കവണ്ണം എന്നാ പരിപാടിയാണ് നിങ്ങളുടെ ഇരിക്കുന്നത്? ദൈവത്തിന് ഇഷ്ടപ്പെടാനുള്ള എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട്? തമ്പുരാൻ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെടാൻ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഈ സർവവ്യാപിയായ സർവജ്ഞാനിയായ അതിവിശുദ്ധനായ ദൈവത്തിനങ്ങ് ഇഷ്ടപ്പെടാൻ തക്കവണ്ണം എന്നാ കാണിക്കുന്നുണ്ട്? ഒന്നുമില്ല. ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും പലപ്പോഴും നമ്മളിലില്ല. പക്ഷെ കർത്താവിന് നിങ്ങളോട് സ്നേഹം. ഇഷ്ടമല്ല, കർത്താവിന് നിങ്ങളോട് ഭയങ്കര സ്നേഹം. ഒരു ഭർത്താവിന് ഭാര്യയോട് ഉണ്ടാകേണ്ടത് ഇഷ്ടമല്ല, സ്നേഹമായിരിക്കണം. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ സൗന്ദര്യം ഇഷ്ടമാണ്, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടമാണ്, കഴിവിഷ്ടമാണ്, പഠിത്തം ഇഷ്ടമാണ്, ഒരു ജോലി ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷെ അവരോട് ഒരു സ്നേഹമില്ല. ശരിക്കും നിങ്ങളുടെ ഭാര്യയോടുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആ വ്യക്തിയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, ആ സൗന്ദര്യം ഒന്ന് കുറഞ്ഞു പോയാൽ, ആ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കഴിവൊന്ന് നിന്ന് പോയാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു പോയാൽ ഇഷ്ടങ്ങളെല്ലാം പെട്ടെന്ന് വിട്ടുപോകും. ഞാൻ എൻ്റെ ചർച്ചിൽ, എന്നെ ദൈവം ആക്കിയിരിക്കുന്ന സഭയിൽ എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്,
നിങ്ങൾ ടിനു ജോർജ് പാസ്റ്ററിന്റെ അഭിഷേകത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടും അദ്ദേഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി വർക്കുകളെയൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തെറ്റില്ല, നല്ല കാര്യമാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഇതിനൊരു ചെറിയ കുറവ് വന്നാൽ നിങ്ങളെല്ലാം വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളെല്ലാം കളഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കർത്താവ് എന്നെ സ്നേഹിച്ചത് എന്നിലെ കഴിവ് കണ്ടോ, എന്നിലെ മിടുക്ക് കണ്ടോ അല്ല. ഞാനിവിടെ കീബോർഡ് വായിക്കുന്ന എൻ്റെ പ്രിയ മകൻ ആശിഷ് കീബോർഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കലും മോൻ്റെ ടാലന്റിനെ അല്ല ഞാൻ സ്നേഹിക്കുന്നത്. എനിക്ക് ആശിഷിനെയാണ് ഇഷ്ടം. അതാ ദൈവസ്നേഹം. നാളെ മോന് കീബോർഡ് വായിക്കാൻ പറ്റാതെ ഒരു പനി പിടിച്ച് കിടക്കുമ്പോൾ ഞാൻ ആശിഷിനെ മറക്കുകയാണെങ്കിൽ അത് ദൈവസ്നേഹം അല്ല. കർത്താവിന് നമ്മളോടുള്ളത് ശരിക്കും സ്നേഹമാണ്. നമുക്ക് ദൈവത്തോട് വേണ്ടതും ഈ സ്നേഹമാണ്. നമ്മളെ പ്രേരിപ്പിക്കേണ്ട പ്രേരക ശക്തി ഈ സ്നേഹമാണ്. സ്നേഹത്തിന് ഭയങ്കര കരുത്ത കേട്ടോ. സ്നേഹം ഭയങ്കര സ്ട്രോങ് സാധനമാണ്, ഭയങ്കര ബല. എല്ലാം മറന്നു കളയും, എല്ലാം മറന്നു പോകും. നമ്മൾ എല്ലാം മറന്നു പോകും സ്നേഹത്തോട്ട് കയറുമ്പോൾ. 2 കൊരിന്ത്യർ 5:14-15 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എന്തുകൊണ്ടാ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് നിർണയിക്കുന്നു. ഈ സ്നേഹത്തിന്റെ പിറകിലെ ശക്തി എന്താ? ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് നിങ്ങൾ സ്നേഹം പുലർത്തേണ്ടതായ, ദൈവത്തെ ആഴമായി സ്നേഹിക്കേണ്ടതായ, ആ സ്നേഹത്തിന്റെ പുറകിൽ നിൽക്കേണ്ടതായ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ച രോഗസൗഖ്യമോ വിടുതലോ കടഭാരത്തിൽ നിന്നുള്ള വിടുതലോ അത്ഭുത രോഗശാന്തി ഒന്നുമായിരിക്കരുത്. ആ മുഴ സൗഖ്യമാക്കിയത് കൊണ്ടോ ജോലി തന്നതുകൊണ്ടോ ഒന്നും ആയിരിക്കും. അതിനൊക്കെ കർത്താവിനോട് നമുക്ക് നന്ദി പറയാം, ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. പക്ഷെ മരണം വരെയും അവസാന ശ്വാസം വരെയും ഈ കർത്താവിന്റെ സ്നേഹത്തിൽ ഞാൻ നിൽക്കാനുള്ളതിന്റെ കാരണം, എനിക്ക് വേണ്ടി എൻ്റെ ജ്യേഷ്ഠന്മാർ മരിച്ചില്ല, എനിക്ക് വേണ്ടി എൻ്റെ കുടുംബക്കാർ മരിച്ചില്ല, എനിക്ക് വേണ്ടി ഒരു രാഷ്ട്രീയക്കാരനും മരിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന് വേണ്ടി നീ ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം. Our relationship with God is based on love. 1 Corinthians 16:22, we find that a person who is not loving God, let him be accursed. That's God's word. God's word doesn't say that if you don't tithe, you are accursed. God's word doesn't say that if you are not clapping your hands, you are accursed. It's not like that. If you don't love God, you are accursed, or you are under a curse. If a person loves God, he will tithe, he will clap hands, he will come to worship, he will be enthusiastic for godly things. That's one side. But God's word clearly says that a person who is not having the love of God, that person is under a curse. And the beloved pastor would like to make this more clear through one thing. He's trying to give the difference between like and love, like versus love. We find likes across the social media platforms. There is like, but there is another thing called love. Like will change at any time. You like the food and now you don't like that. You like the dress and now you don't like that kind of dress. That is the basic understanding of a like. Likes can change at any point of time, but love is unchanging. No matter what the situation is, love will never change. And the crucial question here is that, does God like you or love you? And the question again is there anything in your life that makes God to like you? And the pastor answers, there is nothing in our life that makes us
God to like us, there is nothing in our life, but God unconditionally loves us. That is the main thing. And as the pastor said, husbands are supposed to love their wife, not like their wife. Even when the wife is bedridden, even when her cooking skills are diminishing, even when the beauty is fading, husband loves her unconditionally. That is the basis of the relationship between a husband and a wife. God loves us. That's the message. Even when we were enemies, even when we were going away from God, even we were sinners, the Lord loved us. That is the main message of Christianity. 2 Corinthians 5:13 we read, for Christ's love compels us, because we are convinced that one died for all, and therefore all died. What is driving you toward the Lord? Is it the financial breakthrough you got, or is it the healing which you received from the Lord? All these things are well and good, but the main thing, main force which makes us hold so close to the Lord is that God in Jesus Christ, He died for me, and that is the main reason which I am loving Him so much, because the Lord manifested His love through Christ dying for me. The 7 reasons of David's success. Number 1, he loved God. ഒന്ന്, അവൻ ദൈവത്തെ സ്നേഹിച്ചു. Number 2, he was obedient before God. അവൻ ദൈവത്തിന്റെ മുൻപിൽ obedient ആയിരുന്നു ദാവീദ്. സങ്കീർത്തനം 119 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ഞാൻ അത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ദൈവമേ നീ പറയുന്നത് പോലെ നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു? ദാവീദിനെ പോലെ പറയാമോ? നിങ്ങളും ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീരും. നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാവോ? നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീരും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണം. എനിക്ക് ഇഷ്ടമുള്ള വഴിയിൽ എനിക്ക് നടക്കണ്ട. നീ എനിക്ക് കാണിച്ചു തരുന്ന വഴിയെ അവസാനത്തോളം പ്രമാണിക്കും. നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിന്, പൂർണ്ണ ഹൃദയത്തോടെ അത് പ്രമാണിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. സ്വർഗത്തിലെ ദൈവത്തോട് ദാവീദ് പറയുകയാണ്, നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാനതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. 36 വാക്യത്തിൽ എന്നാ എഴുതിയിരിക്കുന്നത്? 36 വാക്യം പറയുന്നു, ദുരാദായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്കു തന്നെ. 37 വാക്യം, അതാ ഭയങ്കര ഒബീഡിയന്റ് ആയിരുന്നു ഈ മനുഷ്യൻ. ദൈവത്തോട് ഭയങ്കര ഒബീഡിയന്റ് ആയിരുന്നു. ശൗലിന്റെ പ്രത്യേകത എന്നായിരുന്നു? ശൗല് ഭയങ്കര അഹങ്കാരിയായിരുന്നു. ശൗല് ഒബീഡിയന്റ് അല്ലായിരുന്നു. ഈ 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 15 അധ്യായം 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ശൗലിനോട് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. ശമൂവേൽ ശൗലിനോട് പറയുകയാണ്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കായാലും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കായാലും നല്ലത്. നമ്മുടെ വച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ ശൗൽ എന്ന് പറയുന്ന പുള്ളി അനുസരണം കെട്ടവനായിരുന്നു. 23 വാക്യത്തിൽ പറയുന്നു, മത്സരം ആഭിചാരം പോലെയും ഷാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിന് തള്ളിയിരിക്കുന്നു. ദൈവവചനത്തോടൊരു ഒബീഡിയൻസ് പുള്ളിക്കില്ലായിരുന്നു. ദൈവവചനത്തോടൊരു താല്പര്യം, കൂറ്, അനുസരണം ഈ മനുഷ്യനില്ലായിരുന്നു. സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം ആരോഗ്യത്തിലും സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം പദവിയിലും ആശ്രയിച്ചു പോയി ശൗൽ. ആ ഒറ്റ കാരണം കൊണ്ട് ആ പ്രൈഡ്, അസൂയ, ജലസി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആ മനുഷ്യന്റെ അകത്ത് കയറിയത് കൊണ്ട് ദൈവാശ്രയബോധം ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ദാവീദ് ആ ഏലാ താഴ്വരയിൽ ഗോലിയാത്തിനെ നേരിടാൻ പോകുമ്പോൾ ശൗല് തന്റെ പടച്ചട്ടയും തന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളും ദാവീദിന് കൊടുക്കുന്നത്. കാരണം പുള്ളി അതിലാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്, ദൈവാശ്രയബോധത്തിലല്ല. പക്ഷെ ദാവീദ് എല്ലാ വഴികളിലും ദൈവാശ്രയബോധമുള്ളവനായിരുന്നു.
ദൈവത്തെ ആശ്രയിക്കുന്ന മനുഷ്യനായിരുന്നു, ഒബീഡിയന്റ് ആയിരുന്നു. അത് ആ കൽപ്പനകൾ അനുസരിക്കാൻ ശൗൽ എന്ത് ഇഷ്ടപ്പെടാതെ പോയോ ദാവീദ് അത് ഇഷ്ടപ്പെടുന്നവനായിരുന്നു. ശൗല് ദൈവത്തിന്റെ വചനത്തെ ഇഷ്ടപ്പെടാതെ പോയ മനുഷ്യനായിരുന്നു. എന്നാൽ ദാവീദ് പറയുന്നു, നിന്റെ കൽപ്പനകളെ, നിന്റെ വചനങ്ങളെ അനുസരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദാവീദ് ഒബീഡിയന്റ് ആയിരുന്നു. The second reason why David was successful is that he was obedient to God. Psalm 119, 33 to 37, we find he is telling to the Lord, teach me the way, teach me your decrees that I may follow. Give me understanding so that I may keep your law. Direct me to the path of your commands, for there I find delight. Turn my heart toward your statutes and not toward selfish gain. Turn my eyes away from worthless things. Preserve my life according to your word. The whole psalm talks about how David loved the word of God, how he was trying to obey the word of God. And when you take the life of King Saul, the main problem with King Saul was that he was always disobedient to the Lord, but David was an obedient person. For Samuel 15, 22 to 23, we find like this. Then Samuel said, has the Lord as great delight in burnt offerings and sacrifices as in obeying the voice of the Lord? Behold, to obey is better than sacrifice, and to heed than the fat of rams. For rebellion is as the sign of witchcraft, and stubbornness is as iniquity of idolatry. Because you have rejected the word of the Lord, he also has rejected you from being the king. When you look through all these passages, you can understand one thing. Saul despised God, Saul disobeyed God, and Saul depended on his own abilities. This is the same thing which we find at the valley of Elah. He is giving all his costumes, all his armor to David, because he relied completely on these external things and abilities. But you look at the life of David. David always put God first, and David obeyed God's word, and David always depended on God. മൂന്നാമതായി ഞാൻ ദാവീദിൽ മനസ്സിലാക്കുന്ന കാര്യം, he humbled himself before God. ദൈവത്തിന്റെ മുൻപാകെ ഭയങ്കര ഹംബിൾ ആയിരുന്നു ഈ മനുഷ്യൻ. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാൻ 7 കാരണങ്ങൾ ഞാൻ പറയുന്നു. 1, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. 2, അവൻ ഒബീഡിയന്റ് ആയിരുന്നു. 3, അവൻ ഹംബിൾ ആയിരുന്നു, ഭയങ്കര ഹംബിൾ ആയിരുന്നു. അതാണ് അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നതാണ് 62-ാമത്തെ സങ്കീർത്തനം തന്നെ. ഈ 62-ാമത്തെ സങ്കീർത്തനത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എത്ര ആ മനുഷ്യൻ ഹംബിൾ ആയിരുന്നു എന്നുള്ളത്, എൻ്റെ ഉള്ളമേ, ഞാൻ ദൈവത്തെ നോക്കി ഇങ്ങനെ മൗനമായിരിക്കുന്നു. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്, എൻ്റെ മനസ്സിൽ പറയാൻ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല. എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ കുലുങ്ങിപ്പോകയില്ല. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു. എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. ഒരു രാജാവ് പറയുകയാണേ, ജനമേ, എല്ലാ കാലത്തും, അറ്റ് എനി സിറ്റുവേഷൻ, ഏതൊരു സാഹചര്യത്തിലും, ട്രസ്റ്റ് ഇൻ ഹിം അറ്റ് ഓൾ ടൈംസ്. മൈ ബിലോവഡ് ചിൽഡ്രൻ ഓഫ് ദ ലോർഡ്, ട്രസ്റ്റ് ഇൻ ഹിം അറ്റ് ഓൾ ടൈംസ്. അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സാമാന്യ ജനം ഒരു ശ്വാസവും. എടാ, എത്ര വലിയ പുള്ളിയാന്നേലും നീ ഒരു ശ്വാസമേ ഉള്ളടാ. ശ്രേഷ്ഠ ജനം ബോഷ്ക്ക് മാത്രമേ. ഈ ഒരു തിരിച്ചറിവ് ഈ മനുഷ്യനുണ്ടല്ലോ. പുള്ളി രാജാവാ, കിങ്ങാണ്. ഇത്രയും വലിയ മനുഷ്യൻ, ആ മനുഷ്യന്റെ തിരിച്ചറിവ് കണ്ടോ? ആ മനുഷ്യന്റെ ഹംബിൾനെസ് കണ്ടോ? സാമാന്യ ജനം ഒരു ശ്വാസമാണ്. ശ്രേഷ്ഠ ജനം ബോഷ്ക, തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. മനുഷ്യന്റെ ലൈഫൊക്കെ എത്ര ക്ഷണികമാണെന്ന് ഈ മനുഷ്യൻ പറയുന്നു. അത്ര ഹംബിളായിട്ടുള്ളവർക്ക് ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഏതാണ്ട് വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കൊന്നും ഇങ്ങനെയുള്ള ചിന്തകൾ വരത്തേയില്ല. അവരുടെ വിചാരം അവരിനി ഒരു 10,000-2000 വർഷവും കൂടെ ജീവിച്ചിരിക്കുമെന്ന്.
10ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പീഡനത്തിൽ ആശ്രയിക്കരുത്. ഒരു മനുഷ്യനിലും ആ പീഡനത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത്. കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിനകത്ത് മനസ്സ് വയ്ക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം വോയിസ് ആയിട്ട് കേട്ടെന്ന്. പ്രൈസ് ഗോഡ്. എത്ര ഹംബിളാണ് ആ മനുഷ്യൻ. അതുകൊണ്ടല്ലേ പാടിയത്, യഹോവേ നീ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഞാൻ എന്നിൽ ആശ്രയിക്കുന്നില്ല, നീ എൻ്റെ ഇടയനാകുന്നു. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ആശ്വാസം തൻവടിമേ. ഇഹത്തിലെനിക്കൊരു കുറവുമില്ല, യഹോവയാം ദൈവമൻ ഇടയനത്രേ. ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. ഈ ഹംബിൾ, ഭയങ്കര ഹംബിളായിരുന്നു. ഒരിക്കലും തൻ്റെ ധനത്തിലോ തൻ്റെ കഴിവിലോ തൻ്റെ ആരോഗ്യത്തിലോ തൻ്റെ ശുശ്രൂഷയിലോ തൻ്റെ അഭിഷേകത്തിലോ തനിക്കുള്ള യാതൊന്നിലും ഈ മനുഷ്യൻ ആശ്രയിച്ചിരുന്നില്ല. അതാണ് 11ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, ദൈവമേ ബലം നിനക്കുള്ളതാണ്, ഞാൻ ഓടുന്നത് എൻ്റെ ബലത്തിലല്ല, ബലം നിനക്കുള്ളതാണ്. നീ ഒരിക്കൽ അങ്ങനെ എന്നോട് പറഞ്ഞു, 2 തവണ ഞാനത് കേട്ടിട്ടുണ്ട്. How David became a man after God's own heart. The third reason is that he humbled himself before God. He was a humble person. Psalm 62:5 following, we find
he says his words of humility. He never put his trust in his position or in his anointing, wealth, fame, or in his large dominion. Nothing. He never put his trust in anything of this world, anything which he has got, but always he trusted in God. Psalm 62, 5 following. Yes, my soul, find rest in God. My hope comes from him. Truly, he is my rock and my salvation. And verse 8 clearly says, trust in him at all times, you people. Pour out your hearts to him. Our God is our refuge. Verse 9, surely the lowborn are but a breath, the highborn are but a lie. If weighed on a balance, they are nothing. This great man of God, who was a king himself, who had a vast dominion, who was a wise person, who had a tremendous amount of wealth and anointing, this man had this great realization that even when he is the king, he is just a breath. The frailty of human life, the momentary nature of human life, that realization always he had. That's why he says to the Lord is my shepherd, I shall not want anything. He makes me lie down in green pastures. He leads me beside still waters. He restores my soul. He leads me in the paths of righteousness for his name's sake. Even though I walk through the valley of shadow of death, I will fear no evil, for you are with me, and your rod and your staff, they comfort me. You prepare a table before me in the presence of my enemies. You anoint my head with oil. My cup runs up and over. My cup runs up and over. Surely goodness and mercy shall follow me all the days of your life, and I will dwell in the house of the Lord forever. This is sung by a person who had complete reliance in God, and he never trusted in himself. He was very humble. That is a great lesson, great feature that made this man a man after God's own heart. ദാവീദിന്റെ വിജയത്തിന്റെ നാലാമത്തെ റീസൺ ഞാൻ പറയാൻ പോകുകയാണ്. അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. He repented himself before God. ദൈവത്തിന്റെ മുൻപിൽ മാനസാന്തരത്തിന് വേണ്ടി, മടങ്ങി വരവിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവനായിരുന്നു ദാവീദ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാനുള്ളതിന്റെ കാരണം, ഈ ദാവീദ് ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ള മനുഷ്യനാണ്. നമുക്കറിയാം, ബർഷേബ എന്ന സ്ത്രീയുമായി താൻ പാപം ചെയ്തു, അരുതാത്തത് താൻ ചെയ്തു, സംഭവിച്ചു പോയി. എന്നാൽ ഒരിക്കലും ദാവീദിന്റെ ജീവിതത്തിൽ വന്ന ആ തെറ്റിനെ ദാവീദ് ന്യായീകരിക്കുന്നില്ല. 51-ാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ ആ 51-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാ പറയുന്നത്: ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണേ. എന്നെ ഒന്ന് നന്നായി കഴുകണേ. എന്റെ അകൃത്യം പോക്കണേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണേ. എന്റെ ലംഘനങ്ങളെ എപ്പോഴും ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. നിന്നോട് ഞാൻ പാപം ചെയ്തു. ഓ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇതല്ലേ ഇളയ മകൻ പറഞ്ഞത്? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. നിനക്കനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനാണ്, പക്ഷെ വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ദൈവമേ, എന്നോട് ക്ഷമിക്കണേ. പൊട്ടിക്കരഞ്ഞോണ്ട് ഈ മനുഷ്യൻ ദൈവത്തോട് പറയാണ്: നിന്റെ പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്ന് എടുക്കല്ലേ. ഈ അഭിഷേകം ഇല്ലെങ്കിൽ, ഈ ആത്മാവ് എന്റെ മേളിലില്ലെങ്കിൽ ദാവീദല്ല. ഈ അഭിഷേകം എന്നിൽ നിന്ന് നീങ്ങിപ്പോയാൽ, ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് നഷ്ടപ്പെട്ടാൽ, പിന്നെ എനിക്കൊരു ലൈഫില്ല. എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് രാജസ്ഥാനൊന്നും വേണ്ട. പക്ഷെ നിന്റെ സന്നിധിയിൽ നിന്ന്, നിന്റെ പ്രസൻസിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. എനിക്ക് റെഡ് കാർപ്പറ്റുള്ള രാജസന്നിധി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ദൈവമേ. എനിക്ക് രാജാവിന്റെ പദവിയോ പണമോ അധികാരമോ ചെങ്കോലോ ഒന്നും എനിക്ക് വേണ്ട. But I need your presence. I want your presence, Lord. എനിക്ക് നിന്റെ സാന്നിധ്യം വേണം.
എന്റെ പാപങ്ങൾ ഒരിക്കലും നിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, നിന്റെ പ്രസൻസിൽ നിന്ന് എന്നെ വലിച്ചു പുറത്താക്കരുതേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ ലംഘനങ്ങളെ എന്നോട് ക്ഷമിക്കണേ. ദൈവമേ, ഞാൻ ബർഷേബയോടാ പാപം ചെയ്ത് തെറ്റ് ചെയ്തെങ്കിലും, അവളുടെ ഭർത്താവിനോടാ തെറ്റ് ചെയ്തെങ്കിലും, എന്റെ ഭാര്യയോടാ ഞാൻ തെറ്റ് ചെയ്തെങ്കിലും, ഞാൻ നിന്നോടാ ദൈവമേ ആ തെറ്റ് ചെയ്തേ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതും നിന്നുള്ളിൽ നീ, കള്ളമേതും നിന്നുള്ളിൽ നീ. ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട്, വ്യക്തികളോട്, യൗവനക്കാരോട്, ശുശ്രൂഷകരോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ എവിടെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, വാക്കുകൊണ്ട്, പേന കൊണ്ട്, ലൈഫ് കൊണ്ട് എവിടെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? മറച്ചു വെക്കരുത്. ദൈവത്തിന്റെ മുമ്പിൽ അത് പറയണം. അപ്പായുടെ മുമ്പിൽ വന്ന് വീഴണം. എന്നിട്ട് പറയണം, കർത്താവേ, നിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നതൊന്നും എനിക്ക് വേണ്ട. നിന്റെ പ്രസൻസിൽ നിന്ന് ഞാൻ പുറത്തു പോകുന്നതൊന്നും എനിക്ക് വേണ്ട. I don't need that. At any cost. ഞാൻ അതിനെ എതിർക്കും. എന്റെ കർത്താവിനെ വിഷമിപ്പിക്കുന്നതൊന്നും എനിക്ക് വേണ്ട. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ പിടയുന്നതൊന്നും എനിക്ക് വേണ്ട. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതും കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും കേണ്ട നിന്നുള്ളിൽ നീ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിക്കാവോ? താങ്കളോട് തന്നെ പറയണേ, ന്യായീകരിക്കല്ലേ. ദൈവത്തിന്റെ മുമ്പിൽ ന്യായീകരിക്കാൻ നിൽക്കല്ലേ. ദൈവത്തിന്റെ മുമ്പിൽ അങ്ങ് ഞെളിയാൻ നിൽക്കല്ലേ. He knows everything in your single hairs. നിന്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് അവൻ അറിയാം. He is watching all your movements. He is watching all your steps. ദാവീദിനെ പോലൊന്ന് വീണേ. He repented himself before God, a man after my heart. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. Because he loved God, he was obedient before God, he humbled himself before God, and he repented himself before God. 25-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം ഒരു തെളിവാണ്. 25-ാം സങ്കീർത്തനം 11-ാം വാക്യം ഒരു തെളിവാണ്. യഹോവേ, എന്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണേ. ഞാൻ വലിയ പുള്ളിയാന്നല്ല, എന്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണേ. പറഞ്ഞേ കർത്താവിനോട്, ക്ഷമിക്കണേ.
പറയാവോ? ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എൻ്റെ കാലിലും കയ്യിലും ദൈവശക്തി വ്യാപരിക്കുന്ന എനിക്കറിയാം. ക്ഷമിക്കണേ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ. Another reason why David was a man after God's own heart, that David always repented himself before the Lord. David had failures in his life. He had failures in his life. He committed adultery. But one important thing which marks this person so special is that he never justified his sin. He never justified. He did not find reason to boast about himself or say anything before the Lord. He never justified. Psalm 51 is a classic example of his repentance, how he repents before the Lord. Throughout the whole Bible, this is a very rare piece you will find. He falls before the Lord and he tries to ask for pardon before the Lord. He tries to ask for pardon. He says like this: have mercy on me, O God, according to your unfailing love, according to your great compassion, blot out my transgression, wash away all my iniquity, and cleanse me all my sin. For I know my transgressions, and my sin is always before me. And he says, I have sinned not just against Bathsheba. He says, against you only I have sinned and done what is evil in your sight. And when we move further in verse 11, he says, do not cast me away from your presence or take the Holy Spirit from me. He says that he prices the Holy Spirit and the presence of the Lord so great that he says, Lord, I don't want to hurt you. I don't want anything in my life which hurts or takes away the presence of the Holy Spirit from me. And he says that do not take the Holy Spirit, do not take away the presence of the Lord, because he knows that if he doesn't have the Holy Spirit, if he doesn't have that great anointing and unction upon him, he cannot be this victorious man, this great person of success, because it is the Holy Spirit which made him like this. I don't want anything that hurts my God. I need nothing that will take away the presence of the Holy Spirit, because I value God's presence and favor above everything else. And as the pastor said, do you have such kind of failures in your life? Try to repent and come before the Lord. Tell openly to the Lord that I have failed, and confess before the Lord. Do not try to justify. Always yield yourself to the Lord and say that I have sinned. Psalm 25:11 says like this, 25:11, for your name's sake, O Lord, pardon my iniquity, for it is great. As the pastor said, he is not saying that I am great. He is saying that my sin is great. Today, do not justify. Confess your sins before the Lord. The Lord is ready to pardon you. You can humble yourself before him and fall before him. May the Lord cleanse you today. ഇനി അടുത്ത 3 കാര്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാനുള്ള 5ാമത്തെ കാരണം, ഈ ട്രസ്റ്റഡ് ഇൻ ഗാഡ്. ഏതു സാഹചര്യത്തിലും നിങ്ങൾ ദാവീദിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കി. ഏതു സമയത്തും ഈ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളായിരുന്നു. 27ാമത്തെ സങ്കീർത്തനം നിങ്ങൾ നോക്കിയാൽ ആ സൈന്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദാവീദ് പറയുന്നത്, യഹോവേ നീ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലമാണ്, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ദുഷ്കർമ്മികളുമായ ശത്രുക്കൾ എൻ്റെ മാംസം തിന്നുവാൻ അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കും. എനിക്ക് പേടിയില്ല. എനിക്ക് പേടിയില്ലാത്തതിന്റെ കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന സൈന്യമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ജനമല്ല. എനിക്ക് ഭയമില്ലാത്തതിന്റെ കാരണം, ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പാടിയില്ലേ, ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ലെന്ന്. അതിന്റെ കാരണം എൻ ഭാവിയെല്ലാം താതന്റെ കയ്യിലാണ് എന്നാണ് പാടി, അല്ലേ? ഇത് തന്നെയാണ് ദാവീദും പറഞ്ഞത്. ദൈവമേ എനിക്ക് പേടിയില്ല, കാരണം ഞാൻ ആശ്രയിച്ചത് സൈന്യത്തിലോ മനുഷ്യരിലോ അല്ല, ഞാൻ ആശ്രയിച്ചത് അങ്ങിലാണ്. അതിൻ്റെ ഒരു ഭയങ്കര ഒരു ശക്തമേറിയ ഒരു തെളിവാണ് ഈ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 47-ാം വാക്യം. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയാൻ ഇടവരും.
യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘം എല്ലാം അറിയും. ദൈവത്തിനൊരാളെ വിടുവിക്കാൻ വാളും കുന്തവും ഒന്നും വേണ്ടെന്ന്, കർത്താവിനൊരാളെ മാനിക്കാൻ സർട്ടിഫിക്കറ്റ് ഒരു വിഷയമല്ലെന്ന്, ദൈവത്തിനൊരാളെ ഉയർത്താൻ കുടുംബ പശ്ചാത്തലമോ സാഹചര്യമോ അവന്റെ വ്യക്തിത്വമോ പേഴ്സണാലിറ്റിയോ ഒന്നും ഒരു കാര്യമല്ലെന്ന് തിരിച്ചറിയും. ഹല്ലേലൂയ. കാരണം അത് പറയാൻ കഴിയണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിലേ പറ്റൂ. ഇത് ദാവീദ് ശൗലിനോട് തുറന്നു പറയുന്നുണ്ട്. യജമാനനെ, കരടി എൻ്റെ മുമ്പിൽ വന്നു, ആ സമയത്ത് ഞാൻ ആശ്രയിച്ച എൻ്റെ ദൈവം എന്നെ കരടിയിൽ നിന്ന് വിടുവിച്ചു. സിംഹം എൻ്റെ ആടിനെ പിടിച്ചു, ആ സിംഹത്തിന്റെ വായിൽ നിന്ന് എൻ്റെ ആടിനെ രക്ഷിക്കുകയും ആ ആടിനെ ഞാൻ തിരിച്ചു പിടിക്കുകയും സിംഹത്തെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്തു. ഇത് ഈ മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ തുറന്നു പറയുന്നു. അവൻ ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യനാണ്. ആറാമത്തെ വിഷയം പെട്ടെന്ന് പറയുകയാണ്. ആറാമത്തെ വിഷയം, he was faithful before God. അവൻ ദൈവത്തിന്റെ മുൻപിൽ വളരെ വിശ്വസ്തനായിരുന്നു. അതിന്റെ ഒരു തെളിവാണ് 23-ാം സങ്കീർത്തനം 6-ാം വാക്യം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സത്യത്തിൽ കുറെ വർഷങ്ങളായിട്ട് ഒരു സഭയുടെ ശുശ്രൂഷകൻ, ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം. നന്മയും കരുണയും ഉണ്ടായാൽ, അനുഗ്രഹം ഉണ്ടായാൽ, പ്രാർത്ഥിച്ച കാര്യത്തിൽ വിടുതലായാൽ, പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വളരെ കുറവാണ്. ആശ്രയിക്കുന്നവരില്ലെന്നല്ല, വളരെയധികമുണ്ട്. എന്ന് പറഞ്ഞാൽ മുഴ സൗഖ്യമാകാൻ ചർച്ചയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, മുഴ സൗഖ്യമാകുന്നു, പിന്നെ ഈ പുള്ളി ആരാധനയ്ക്ക് വരില്ല. പിന്നെ വരുന്നത് അടുത്ത മുഴ വരുമ്പോഴാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? കടഭാരമായിട്ട് വന്നു, പ്രാർത്ഥിച്ചു, കടമൊക്കെ മാറി, വിടുതലായി, പിന്നെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒന്നും പുള്ളി വരില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ കടക്കണിയിലായി എല്ലാ പണിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് പിന്നെയും പ്രാർത്ഥിക്കാനായിട്ട് ഈ പുള്ളി വരുന്നത്. പക്ഷെ ദാവീദ് പറയുന്നത് നന്മയും കരുണയും എൻ്റെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ എവിടെ ഉണ്ട്? ഞാൻ ചർച്ചിലുണ്ട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞാൻ പോവില്ല. നന്മയും കരുണയും എൻ്റെ പുറകെ വരും. അത് വന്നോട്ടെ, അത് വരുവോ നിൽക്കുവോ പോകുവോ അതിനിഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ. പക്ഷെ ഞാൻ ദൈവസന്നിധി കാണും, ഞാൻ ദൈവസാന്നിധ്യത്തിൽ കാണും, ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ കാണും, ഞാൻ അവനെ ആരാധിക്കുന്നിടത്ത് കാണും. ഇത് യഥാർത്ഥമായ ഒരു വിശ്വസ്തതയാണ്. He was faithful before God. ദൈവത്തിന്റെ മുൻപിൽ ഈ മനുഷ്യൻ വിശ്വസ്തനായിരുന്നു. 7-ാമത്തെ കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. He respected not only God but also the anointed men of God. ദൈവത്തെ മാത്രം ബഹുമാനിച്ച, ദൈവത്തെ മാത്രം ഓണർ ചെയ്തൊരു മനുഷ്യനല്ല ദാവീദ്. ദൈവത്തിന്റെ അഭിഷേകത്തെയും അഭിഷിക്തന്മാരെയും ബഹുമാനിച്ച മനുഷ്യനാണ്. അത് പറയാതിരിക്കാൻ കഴിയുന്നില്ല എനിക്ക്. കാരണം ദൈവത്തിന്റെ അഭിഷേകത്തെയും അഭിഷിക്തന്മാരെയും മാനിച്ച ഈ മനുഷ്യന്റെ കുടുംബത്തിൽ നിന്നാണ് അഭിഷിക്ത തലമുറ എഴുന്നേറ്റ് വന്നത്. യേശുക്രിസ്തു ഏത് ഗോത്രത്തിലാ ജനിച്ച്? ചരിത്രം കണ്ടതിൽ, ലോകം കണ്ടതിൽ, നാം ഒക്കെ കണ്ടതിൽ ഏറ്റവും വലിയ അഭിഷിക്തൻ ക്രൈസ്റ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രൈസ്റ്റ്? ദ ക്രൈസ്റ്റ് മീൻ ദി അനോയിന്റഡ് വൺ. അഭിഷിക്തൻ എന്നാണ് ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം. ഈ അഭിഷിക്തൻ ഏത് ഗോത്രത്തിലാ ജനിച്ച്? യാചകനായ തിമായിയുടെ മകനായ ബർത്തിമായി എന്നതാ വിളിച്ച്? ദാവീദ് പുത്ര, ഡേവിഡ് സൺ ജീസസ്, mercy on me. ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. ദാവീദിന്റെ ഗോത്രത്തിലാണ് അഭിഷിക്തന്മാരുടെ നിര. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? ഈ മനുഷ്യൻ അനോയിന്റിങ്ങിനെ ഭയങ്കരമായി റെസ്പെക്ട് ചെയ്ത ആളാണ്. അനോയിന്റഡ് പേഴ്സൺസിനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത ആളാണ്. ഈ ശൗലെന്ന് പറയുന്ന മനുഷ്യനില്ലേ, ദാവീദിനെ പുറകേ നടന്ന് ഉപദ്രവിച്ചിട്ടുണ്ട്, കുന്തം എടുത്തെറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സീനിയർ ഉപദേശി എങ്ങനെല്ലാം ഈ പുള്ളിയെ ഉപദ്രവിക്കാവോ അങ്ങനെല്ലാം ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ എങ്ങനെല്ലാം പണി കൊടുക്കാവോ അങ്ങനെല്ലാം ദാവീദിന് പണി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ദാവീദ് ആ മനുഷ്യന്റെ മേളിൽ കിടന്ന അഭിഷേകത്തെ ഡിസ്റെസ്പെക്ട് ചെയ്തില്ല. അതിന്റെ ഒരു തെളിവ് ഞാൻ വായിപ്പിക്കാൻ പോവുകയാണേ. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 24-ാം അധ്യായം, വലിയൊരു ഭാഗമാണ്. പെട്ടെന്ന് ഞാൻ അതൊന്ന് പറഞ്ഞു പോവുകയാണ്. 1 ശമൂവേൽ ചാപ്റ്റർ 24. ഞാൻ ശൗൽ ഫെലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് എൽഗദി മരുഭൂമിയിൽ ഉണ്ടെന്ന് അവന് അറിവ് കിട്ടി. അപ്പോൾ ശൗൽ എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന
3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവന്റെ ആളുകളെയും തിരയുവാൻ കാട്ടാടിൻ പാറകളിൽ ചെന്നു. അവൻ വഴിയരികെയുള്ള ആട്ടിൻ തൊഴുത്തിങ്കലെത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ശൗൽ കാൽ മടക്കത്തിന് അതിൽ കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. മതി. ആ 4-ാമത്തെ വാക്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ദാവീദും കൂട്ടാളികളും ഒളിച്ചിരിക്കുന്നതായ ഏൻഗദിയിലെ ഗുഹയ്ക്കകത്ത് ശൗല് വന്ന് കയറി. എങ്ങനോ വന്ന് കയറി. ഇത് ദാവീദിന്റെ കൂട്ടാളികൾ കണ്ടു. ഈ ശൗൽ ആരെ തകർക്കാൻ നടക്കുന്ന ആളാ? ദാവീദിനെ. ശൗലിന്റെ ലക്ഷ്യം ദാവീദിനെ തീർക്കുക എന്നുള്ളതാ. ജലസിയാണ്, വേറൊന്നുമല്ല, അസൂയാണ് ആണല്ലോ. അതാണ് പ്രധാന വിഷയം. അതാണ് അവനെ തകർക്കാൻ നടക്കുകയാണ്. എന്നാൽ ഈ ശൗൽ ഈ ഗുഹയ്ക്കകത്ത് വന്ന് കയറിയപ്പോൾ ദാവീദിന്റെ കൂടെ നിൽക്കുന്നവരൊത്തിരി വിഷയം. അവര് പറഞ്ഞു, ദാവീദെ, നീ അറിഞ്ഞോ, നിന്റെ ശത്രു ഇപ്പോൾ ഈ ഗുഹയ്ക്കകത്തുണ്ട്. ഒറ്റയ്ക്ക് വന്ന് കയറിയിരിക്കുക, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുക. നിനക്ക് അവനെ ബോധിച്ചതുപോലെ ചെയ്യാം, ഭിന്നം ആക്കിക്കളയാം. എന്നിട്ട് കൂടെ നിൽക്കുന്നവരെ എൻകറേജ് ചെയ്യുകയാണ് ഒരുത്തനെ തകർക്കാൻ. ഇത് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസമാണ്. ഇത് ദാവീദ് കേട്ടിട്ട് ദാവീദ് ചെയ്ത് എന്നാന്നറിയാവോ? ഇങ്ങനൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ദാവീദ് ചെന്ന് തന്റെ കത്തിയെടുത്ത് ശൗൽ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ശൗൽ അറിയാതെ പുറകെ കൂടെ ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. പക്ഷെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞത് കൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസ്സാക്ഷി കുത്തി തുടങ്ങി. ഹല്ലേലൂയ. ദാവീദിന്റെ മനസ്സാക്ഷിയിൽ കുത്തുണ്ടായി. ഒരിക്കലും ആ അഭിഷിക്തനോട് അങ്ങനെ ചെയ്യരുതായിരുന്നു. കൊന്നുകളയാനാ മറ്റവര് പറഞ്ഞേ. കത്തിയെടുത്ത് ഡ്രസ്സിന്റെ അറ്റം മുറിക്കാനല്ല, കുത്തി കൊല്ലാനാ പറഞ്ഞേ. എന്നാൽ അടുത്ത വാക്യത്തിൽ 6-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ തന്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായി കാര്യം ചെയ്യുവാൻ യഹോവയെ എനിക്ക് ഇടവരുത്തരുതേ. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ. എന്നെ എത്ര ദ്രോഹിച്ചാലും എനിക്കെതിരെ ഇനി എന്നാക്ക നിന്നാലും ഐ ആം റെസ്പെക്ടിങ് ഹിസ് അനോയിന്റിങ്. അവൻ യഹോവയുടെ അഭിഷിക്തനായിരുന്നു. ദൈവത്തിന്റെ അഭിഷേകം വീണ മനുഷ്യനാ. ദൈവം തെരഞ്ഞെടുത്ത ആളാ. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. കണ്ടോ, ആ ബഹുമാനം അഭിഷേകത്തിന് കൊടുത്ത ദാവീദിന്റെ ഗോത്രത്തിൽ, ആ തലമുറയിൽ നിന്ന് അഭിഷിക്ത തലമുറകൾ എഴുന്നേറ്റ് വന്നു. ഞാൻ ഇന്ന് ഒരു ഉപദേശം നിങ്ങൾക്ക് തരാം. ദൈവത്തെയും ദൈവത്തിന്റെ ദാസന്മാരെയും കർത്താവിന്റെ അഭിഷിക്തന്മാരെയും കളിയാക്കുന്ന, വിമർശിക്കുന്ന, പുച്ഛിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് നിന്ന് ഒരു പക്ഷേ ഇത് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ ദൈവത്തെയും തൻ്റെ അഭിഷേകത്തെയും തൻ്റെ അനോയിന്റഡ് പേഴ്സൺസിനെ ഓണർ ചെയ്യുന്നവരുടെ ഫാമിലിക്കകത്തുനിന്ന് അനോയിന്റഡ് ജനറേഷൻ എഴുന്നേറ്റ് വരും. ഇതൊരു ഉപദേശമാണ്. നമ്മൾ എന്തിനെ ബഹുമാനിക്കുന്നോ, നമ്മൾ എന്തിനെ ഏറെ അധികം സ്നേഹിക്കുന്നോ, അത് നമ്മെ തേടി വരും, അത് നമ്മിലേക്ക് വരും. അതൊരു സത്യമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ദാവീദിന്റെ ഗോത്രത്തിനകത്ത് ക്രിസ്തു ജനിക്കുവാനുള്ള കാരണം, ദാവീദിന്റെ ഗോത്രത്തിനകത്താണ് മുഴുവൻ അപ്പോസ്തലന്മാരും മുഴുവൻ ജനറേഷൻസും നിൽക്കുന്നത്. ഇങ്ങനൊരു തലമുറ എഴുന്നേറ്റ് വരാനുള്ളതിന്റെ കാരണം മറ്റൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഈ മനുഷ്യൻ ദൈവത്തെ മാത്രം സ്നേഹിച്ചവനല്ല, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെയും ബഹുമാനിച്ചവനാണ്. അതുകൊണ്ടാണ് 105-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത്, സാംസ് 105:15 എഴുതിയിട്ടുണ്ട്, എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. കണ്ടോ, ആ ആറ്റിറ്റ്യൂഡുള്ള, ആ മനോഭാവമുള്ള മനുഷ്യനെ നോക്കിയാണ് ദൈവം പറഞ്ഞത്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ മൈ ഹാർട്ട്. Fifth reason why David was a man after God's own heart,
is that he trusted in the Lord. In all situation, he trusted in the Lord. Sixth reason is that he was faithful before the Lord. David was always faithful before the Lord. He says in Psalm 23, last part, surely goodness and mercy will follow me all the days of my life, and I will dwell in the sanctuary of the Lord in all the days of my life forever. And as the pastor said, he has noticed in his ministry, people come to church usually to have some needs met. They come when they have some needs, but when the Lord blesses them or when their needs are met, they disappear. That is the normal thing which we see. There are people who honor God no matter what the situation is, but normally this is a situation. But David says, goodness and mercy will follow me all the days of my life, but that has no effect on me. I will always be in the sanctuary of the Lord. Whether there is goodness and mercy, whether there is a blessing or not, whether there is a prosperity or not, I will always cling to the Lord. David says, I will always be in the sanctuary of the Lord. That means he was always faithful before the Lord. The next reason and the final reason is that he respected not only God, but also the anointed men of God. He was not just a person who respected God, but always he respected the anointing and he respected the anointed men of God. From his generation, we find great anointed men came out, and Christ, the greatest anointer, the greatest anointed man ever on the earth, came out of this line of David. Jesus Christ. Christ means the anointed one. He came in the line of David because he respected. We find that Saul always tried to kill him, always was after him. He chased him, always, whatever situation he got, he tried to put down this man of God. One classic example, 1 Samuel 24:1, we find Saul and David are in the same cave, and Saul did not know that David is inside, and we find a great tug of war happening inside. David's men said, your enemy is in your hands. You can do whatever you want with him. And they even said that the Lord has delivered this enemy into your hand. And we find David taking up a knife and cutting off the corner of Saul's robe. But we find in chapter 24 of 1 Samuel that David was troubled in his heart. His conscience pricked because he just cut off the robe of this man. And in verse 6 he says, he said to his men, the Lord forbid that I should do this thing. I should do this thing to my master, the Lord's anointed, to stretch out my hand against him, seeing he is the anointed of the Lord. The enemy is in his hand. All the men who are surrounding him just says in chorus that you should kill him. But this man of God respected the anointed man, and he says, I will never do that. What was the result? The result was the Lord blessed this man's generation. Great apostles, great men of God, anointed people came from that line, and Jesus Christ was known as the Son of David because this man respected God's people. And here the Lord's anointed man, pastor, gives an advice to everyone. Through your words, through your conversations, through your pen, whatever means, never ever abuse or disrespect men of God. Always tries to respect people, respect anointed men of God. You will be honored by the Lord, and your generation will be honored by the Lord, and in your generation great and anointed men of God will come out. നിങ്ങളും ദാവീദിനെ പോലെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായി തീരുവാൻ
നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാകുക. നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഒബീഡിയന്റ് ആകുക. നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ ഹംബിൾ ആകുക. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുക. നിങ്ങൾ ദൈവത്തിൽ ഏതു സമയവും ആശ്രയിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തരായിരിക്കുക. നിങ്ങൾ ദൈവത്തെയും തൻ്റെ അഭിഷേകത്തെ വഹിക്കുന്നവരെയും ബഹുമാനിക്കുവാൻ പഠിക്കുക. ഈ 7 കാര്യങ്ങൾ ദാവീദിൽ ഞാൻ കാണുന്നു. ആ 7 കാര്യങ്ങളിലൂടെ ദൈവം അവനെ നോക്കി പറയുന്നു, എ മാൻ ആഫ്റ്റർ മൈ ഹാർട്ട്. അവൻ എൻ്റെ ഹൃദയപ്രകാരം ഉള്ള മനുഷ്യൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്നും അഭിഷേകത്തിന്റെ തലമുറകൾ എഴുന്നേറ്റ് വരട്ടെ. നിന്റെ കുഞ്ഞ് ദൈവത്തിന്റെ അഭിഷേകത്തെ വഹിക്കുന്ന കുഞ്ഞാകട്ടെ. നിന്റെ തലമുറകൾ നിന്റെ അപ്പനെ പോലെയോ അപ്പന്മാരെ പോലെയോ ആയിത്തീരാതെ അഭിഷേകത്തെ വഹിക്കുന്ന തലമുറകളായി നിന്റെ തലമുറകൾ മാറട്ടെ. ഹല്ലേലൂയ. അധരങ്ങൾ തുറന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതകരമായ വിടുതലുകൾ ഈ സമയം വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. ഹീലിംഗുകൾ അയക്കുകയാണ്. ഡെലിവറൻസുകൾ അയക്കുകയാണ്. അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച് 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 ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നെ കാണുന്നെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. ഓ,